കെ.എസ്.ആർ.ടി.സി ബസ് ഇടിച്ച അപകടം 28 പേർക്ക് പരിക്കേറ്റു. 9 പേരുടെ നില ഗുരുതരമാണ്. ചേർത്തല ദേശീയപാതയിൽ ഹൈവേ പാലത്തിന് സമീപത്താണ് അപകടം സംഭവിച്ചത്. തിരുവനന്തപുരം കോയമ്പത്തൂർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് സംഭവം നടന്നത്. ഗുരുതരമായി പരിക്കേറ്റവരെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിവരങ്ങൾ സുധീഷ് ഗോപാൽ നൽകും. സുധീഷ്, 9 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റുള്ളവരുടെ അവസ്ഥ എന്താണ്? ഏതൊക്കെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്? 28 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 9 പേർക്കാണ് ഗുരുതരമായ പരിക്കുള്ളത്. ഇവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റുള്ളവരെ ചേർത്തല താലൂക്ക് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു ഇത്തരത്തിൽ അപകടം സംഭവിച്ചത്. കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും കോയമ്പത്തൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇത് അടിപ്പാത നിർമ്മാണം നടക്കുന്ന ചേർത്തലയിലെ അടിപ്പാലത്തിന്റെ ആ ഭാഗത്തേക്കാണ് മറിഞ്ഞത്. അവിടുത്തെ കമ്പികൾ കുത്തി നിൽക്കുന്ന ഭാഗത്തേക്ക് ബസ് മറിയുകയായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ്. എന്നാൽ ഈ 9 പേരുടെ നില ഗുരുതരമാണെങ്കിലും ജീവഹാനി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തു തന്നെയായാലും അമിത വേഗതയും പുലർച്ചെയായിരുന്നത് കൊണ്ട് തന്നെ വാഹന തിരക്കുമില്ലായിരുന്നു. അമിത വേഗതയും അപകടത്തിന് കാരണമായി എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ സുധീഷ്, ഈ അപകടത്തിൽപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? ഇവരുടെ സ്വദേശം സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ സുധീഷ്? അത്തരം വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഈ ഗുരുതരമായി പരിക്കേറ്റവരുടെ പേര് വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ലഭിക്കും. മറ്റുള്ളവർക്ക് അത്ര സാരമായ പരിക്കല്ല. ആ പ്രദേശത്തുണ്ടായിരുന്നവരും ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും എല്ലാം ചേർന്നാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. കെ.എസ്.ആർ.ടി.സി ബസ്സിലെ കണ്ടക്ടർക്കും ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരവും ലഭ്യമായിട്ടുണ്ട്. രാഹി. ശരി സുധീഷ്, ആലപ്പുഴ ചേർത്തലയിലാണ് കെ.എസ്.ആർ.ടി.സി ബസ് അപകടത്തിൽപ്പെട്ടത്. 28 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 9 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ്. ചേർത്തല ദേശീയപാതയിൽ ഹൈവേ പാലത്തിന് സമീപത്താണ് അപകടം സംഭവിച്ചത്. തിരുവനന്തപുരം കോയമ്പത്തൂർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഈ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ പേരുവിവരങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. ഇന്ന് പുലർച്ചെയാണ് ഈ അപകടം സംഭവിച്ചത്. ഗുരുതരമായി പരിക്കേറ്റവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. സുധീഷ് ഗോപാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.